ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി കറി ഒഴിച്ചും കറി ഒഴിക്കാതെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര നിർബന്ധമായിട്ടും 1 സ്പൂണ് ചേർത്ത് കൊടുത്തിരിക്കണം. ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരവും ഉപ്പൊക്കെ ചേർന്നാലേ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നന്നായിരിക്കുള്ളൂ. മാത്രമല്ല നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചുട്ടെടുക്കാൻ നേരത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ബ്രൗൺ കളർ കിട്ടാനും ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. ഇതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു കപ്പിൽ 1.5 കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിപ്പോൾ ഇളക്കി കൊടുക്കുന്നില്ല, ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണിത്. വേവിക്കാൻ വെച്ചിരുന്ന ആ വെള്ളത്തോടു കൂടി തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് ആ വെള്ളവും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും. വേവിച്ചെടുത്ത ശേഷം ഞാനിത് നല്ലോണം ചൂടാറിയിട്ടാണ് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത മിക്സി ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഈ ഒരു മാവിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് കറക്റ്റ് ചുട്ടെടുക്കാൻ പാകത്തിനുള്ള ഒരു പരുവത്തിലാക്കി എടുക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മാവ് കയ്യിലുകൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാനിലൊന്ന് ചുറ്റിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ മാവ് പോരാ, അതുകൊണ്ട് കുറച്ചുകൂടി മാവ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഞാനിതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇല്ലാതെയും ഇത് ചുട്ടെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എണ്ണ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാം. എണ്ണ ചേർത്ത് ചുട്ടെടുക്കുമ്പോൾ കാണാനും കഴിക്കാനൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ എണ്ണ യൂസ് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലും കൂടെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണയിൽ കിടന്ന് വെന്ത് മൊരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊള്ളി വരത്തൊന്നുമില്ല, ചെറുതായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പൊള്ളി വരത്തേ ഉള്ളൂ. ഇപ്പോൾ ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവും ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്തെടുക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.